അന്നും ഇന്നും ആ വീട്ടിലാണോ താമസിക്കുന്നത്? അന്നും ഇന്നും ആ വീട്ടിലാണ് താമസിക്കുന്നത്. വേറെ ആയതുണ്ട് ആ വീട്ടിൽ? ഇപ്പം അപ്പനും അമ്മയൊക്കെ മരിച്ചു. ഞാൻ കുട്ടികളൊക്കെ ഉണ്ടായത് എത്ര വർഷം കഴിഞ്ഞിട്ട്? 3 വർഷം കഴിഞ്ഞിട്ട്. പിന്നെ ഇവർ വന്നതിന് ശേഷം പുള്ളിയെ ഞങ്ങൾ ഗൾഫിലോട്ട് വിട്ടു. ആരാണ് ഗൾഫിലോട്ട് വിട്ടത്? ഞങ്ങൾ രണ്ടുപേരും പോയി. പുള്ളിക്ക് ഒരു ഫ്രണ്ട് വിസ കൊടുത്തു. ഞാൻ പോയില്ല, പുള്ളി ഒറ്റയ്ക്ക് ജോലിക്ക് പോയി. ജോലിക്ക് പോയിട്ട് പൈസ ഒക്കെ ഏർപ്പാട് ചെയ്ത് അയച്ചത് നിങ്ങളുടെ വീട്ടുകാരാണോ? വീട്ടുകാരാണോ? എന്റെ സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ അതെല്ലാം വിറ്റ് അയച്ചു. അവിടെ പോയി എന്ത് ജോലിയായിരുന്നു? എംബ്രോയിഡറി. തയ്യലൊക്കെ അറിയുമായിരുന്നോ? അറിയാം. അവിടെ കാശുണ്ടാക്കിയോ? ഇല്ല, അവിടെ ചെന്നിട്ട് എനിക്ക് പൈസ അയക്കത്തില്ല. എന്നോട് ചോദിക്കും, നിനക്ക് വീട്ടിൽ തിന്നാനില്ലേ, പിന്നെ എന്തിനാ നിനക്ക് പൈസയെന്ന്. അപ്പോൾ ഞാൻ ചോദിക്കും, അച്ഛൻ എന്തിനാ ജോലിക്ക് അവിടെ പോയത്? നമ്മൾക്ക് വേണ്ടിയല്ലേ. അപ്പോൾ പറയില്ല, എൻ്റെ അപ്പനും അമ്മയും അവിടെ പാവപ്പെട്ട് കിടക്കുക, നിനക്ക് വീട്ടിൽ തിന്നാനൊക്കെ ഉണ്ട്, വീട്ടിലുള്ളത് തിന്നുകൊണ്ട് അടങ്ങിയിരുന്നാൽ മതി എന്ന് പറയും. അപ്പൊക്കെ സംസാരിക്കും. അതൊക്കെ വഴക്കുണ്ടാക്കുമ്പോ സംസാരിക്കും. ഭയങ്കരമായിട്ട് എന്ത് ചെയ്യണമെന്ന് ഭയങ്കര ക്രിമിനൽ ബുദ്ധി. വീട്ടിലായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലൊന്നും, അവരുടെ വീട്ടിലൊന്നും നിൽക്കാൻ പറ്റില്ല. അച്ഛനും അമ്മയ്ക്കും പൈസ അയച്ചു കൊടുക്കും. അപ്പനും അമ്മയ്ക്കും ഇഷ്ടം പോലെ പൈസ അയക്കും. അപ്പോൾ ഉണ്ടാക്കുന്നതൊക്കെ പുള്ളിയുടെ കാര്യം കഴിഞ്ഞാൽ പിന്നെ അപ്പനും അമ്മയ്ക്കാ. എത്ര നാൾ ഗൾഫിൽ നിന്ന്? പിന്നെ 2 വർഷം നിന്നിട്ടാണ് തിരിച്ചു വന്നത്. അതിനുശേഷം മോനുണ്ടായത്. അതിനുശേഷം പിള്ളേരൊക്കെ ഉണ്ടായി. വളരെ സ്നേഹമായിരുന്നു. ഒരു 1.5 മാസത്തെ ലീവിന് വന്നു, സ്നേഹത്തോടെ ഇരുന്നു. സംസാരിക്കുമായിരുന്നു. അപ്പൊ ഞാനൊരു വാടക വീടെടുത്തു. ഒറ്റയ്ക്ക് താമസിക്കാം, അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ഉണ്ടാകട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് വാടകയ്ക്ക് താമസിച്ചു. അപ്പൊ പൈസ എവിടുന്ന? എൻ്റെ കയ്യിൽ. പിന്നെ എൻ്റെ ഇന്നുവരെ ഞങ്ങളെ ആങ്ങളമാരാ താങ്ങിയത്. പുള്ളി സമ്പാദിച്ചിട്ട് കുട്ടികളുടെ ഒരു ഫീസ് അടച്ചിട്ടില്ല. സഹോദരന്മാര് പൈസ? എൻ്റെ സഹോദരങ്ങള്. ഇല്ല, പൈസയൊന്നുമില്ല. ഒരു 5,000 റുപ്പീസ് ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ബാങ്കിലൊരു പൈസ. ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ വരുന്നില്ല. ഞാൻ ചോദിച്ചു എന്താ വരാത്തെ? 2 വർഷം കഴിഞ്ഞല്ലോ എന്ന്. അപ്പോൾ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല എന്നോ. നമ്മൾ പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഉള്ളത് കൊണ്ട് വന്നാൽ മതിയെന്നു. അപ്പോൾ നീ പിന്നെ ഒന്നും പ്രതീക്ഷിക്കരുത്. ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന്. പക്ഷെ ഉള്ളിൽ എനിക്ക് വേദന ഉണ്ടായിരുന്നു. ഞാനൊന്നും മിണ്ടിയില്ല. എന്നുവെച്ചാൽ എനിക്ക് പൈസയല്ല പ്രശ്നം, എനിക്ക് പുള്ളിയാ പ്രശ്നം. തിരിച്ചു വന്നിട്ട് നല്ല സ്നേഹമായിരുന്നു. ഞാൻ പ്രഗ്നൻ്റായി. പുള്ളി തിരിച്ചു പോയി 1.5 മാസമായപ്പോൾ പോയി. പിന്നെ 2 വർഷം നിന്നു. അപ്പോഴും പിന്നെ 2 വർഷം നിന്നു. അതിന് ശേഷം പിന്നെ മോൻ ജനിച്ച് 1 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ വന്നു. വന്നിട്ട് ഒന്നും സമ്പാദിക്കുന്നില്ലല്ലോ. പോയിട്ട് വന്നില്ല, ഒന്നും സമ്പാദിക്കുന്നില്ല. വേസ്റ്റ്. അവിടെ പോയിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഒരു കുഞ്ഞിന് ജനിച്ചിട്ടും കുഞ്ഞിന് പാലിന് വേണമെങ്കിൽ പറയും, എൻ്റെ വീട്ടിൽ പശുവൊക്കെ ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ വീട്ടിൽ പശു ഉണ്ടല്ലോ, ഇനി പാലിന് എന്തിനാ പൈസ എന്നൊക്കെ ചോദിക്കും. ആ പേരും പറയാൻ ഒരു വഴിയില്ലാതെയായി. അങ്ങനെ ഞാൻ പിന്നെ പറഞ്ഞു, ഇനി പോകണ്ട, വന്നേക്ക് 2 വർഷമായി, ഇനി വന്നേക്ക് പോകണ്ട, അതിന് ഞാൻ ക്യാൻസൽ ചെയ്ത് വരുമോ? ഞാൻ പറഞ്ഞു വന്നോളൂ. വന്നിട്ടും പോയിട്ടും പ്രയോജനമില്ലല്ലോ. അവിടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുമ്പോൾ പറയും, അവിടെ നിന്ന് വരുന്ന ആൾക്കാരോട് ചോദിക്കുമ്പോൾ പറയും, അവിടെ പണിയൊക്കെ ഉണ്ട്, പക്ഷേ പുള്ളി ദൂർത്തടിച്ച് സ്വന്തം ചെലവ് നടത്തി നടക്കുന്നു എന്ന് പറയും. ആദ്യകാലത്തുണ്ടായ സംശയം പിന്നെ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴും സംശയമാണ്. മോള് ജനിച്ചതിന് ശേഷം കുട്ടികളെ പറ്റി സംശയമുണ്ടോ? കുട്ടികളെ പറ്റി സംശയമൊന്നുമില്ല. പിന്നെന്താ സംശയമുള്ളത്? ഞാൻ എവിടെയെങ്കിലും പോകുന്നതായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷെ എന്നെ ഒരിടത്ത് പോകണ്ടെന്ന് പറയില്ല. ഞാൻ വീട്ടിൽ പോയിട്ട് എന്നോട് മിണ്ടാത്തതുകൊണ്ട് ഞാൻ മിണ്ടാതെ കുട്ടികളെയും കൊണ്ട് എൻ്റെ വീട്ടിൽ പോകും. അമ്മ എറണാകുളത്താണ്. അപ്പോൾ ഞാൻ എറണാകുളത്ത് പോയി 2, 3, 4 ദിവസം പോയി. എവിടെ പോയി, എങ്ങനെ പോയി? ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്. കുട്ടികളുടെ ഫീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോകും. മക്കളെ നാളെ എപ്പോഴും അവരെ തന്നെ ആശ്രയിച്ച് ജീവിക്കണം. നിങ്ങളുടെ വീട്ടുകാരെ, നിങ്ങളുടെ ബ്രദർസിനെയും ചേച്ചിമാരാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതെ. അയ്യോ, അത് വലിയ കഷ്ടമാണല്ലോ. എനിക്കിപ്പോൾ വീട് വെച്ച് 2 ആങ്ങളമാർ ചേർന്നിട്ടാ. സ്വന്തം വീടുണ്ട് ഇപ്പോൾ വെച്ച് തന്നവര്. ഇത്ര നല്ല ആൾക്കാരാണ്. മൂത്തത് മോനാ. 2 പിള്ളേരായല്ലോ, പിന്നെ ഇനി എന്താ ഒന്നും പറയാനൊക്കെ ഇല്ലല്ലോ. രണ്ടാമത്തെ കുട്ടി എന്നാ ഉണ്ടായത്? രണ്ടാമത് ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടാ. ഓരോ പ്രാവശ്യം ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്നാൽ സ്നേഹമായിരിക്കും, കുറച്ച് നാൾ സ്നേഹമായിരിക്കും. പക്ഷേ ജോലിക്കൊന്നും പറയാൻ പാടില്ല. അഥവാ എന്താ പ്രശ്നം? ജോലിക്ക് പോയി ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് ജോലിക്ക് പോകത്തില്ല. അഥവാ ഗൾഫിന് വന്നിട്ട് 14 വർഷമായി. 14 വർഷമായിട്ട് ജോലിക്ക് പോകത്തില്ല. അഥവാ ജോലിക്ക് പോയി നമ്മൾ നിർബന്ധിച്ചാൽ പുള്ളി ആ പൈസ കൊണ്ട് നമ്മുടെ വീട്ടിൽ തരില്ല. പുള്ളി പിന്നെ പറയും, എനിക്ക് പൈസ കയ്യിലുണ്ട്, എനിക്ക് ഇവിടുന്ന് ആഹാരം വേണ്ടെന്ന് പറയും. ഹോട്ടലിൽ പോയി കഴിച്ചോളും. 3 നേരം ഹോട്ടലിലാണ്.
പിന്നെ പൈസ ഉണ്ടെങ്കിൽ സിനിമ കാണും, കുടിച്ചിട്ട് വരും ഒറ്റയ്ക്ക്. അതുപോലെ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ, നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, മോനൊക്കെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് സ്നാക്സ് കൊടുത്ത് വിടണം. അപ്പോൾ ഞാൻ പറയും 1 5 രൂപ തന്നിട്ട് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ പറയും എൻ്റെ കയ്യിലില്ല. അന്ന് പുള്ളിക്കാരൻ അങ്ങനെ പല പ്രാവശ്യം ആയപ്പോഴത്തേക്കും സ്വന്തം ചിലവ് നടക്കുന്നില്ല. അപ്പോൾ എനിക്ക് ബുദ്ധിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസമായപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പോക്കറ്റിൽ നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ പോക്കറ്റിൽ നോക്കിയപ്പോൾ 700 രൂപ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും എടുത്തില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു മോനെ സ്നാക്സിന് പൈസ ഇല്ല, ഒരു 5 രൂപ തരണം. അവൻ ഇന്നലെ പെൻസിൽ കളഞ്ഞിട്ട് പോയി, ഇവിടെ ഉള്ളതൊരു ചെറിയ ഒരു പെൻസിൽ വാങ്ങണമെന്ന്. എൻ്റെ കയ്യിൽ 5 രൂപ ഇല്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അയാൾ പൈസ തന്നില്ല എന്ന്. അങ്ങനെയായപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. പുള്ളി ഇറങ്ങിപ്പോയി. തിരിച്ചു വന്ന് നോക്കിയപ്പോഴത്തേക്കും പിന്നെ അതിൽ 300 രൂപയുള്ളൂ. അപ്പം 400 രൂപ ഇന്ന് ചിലവായി. വൈകിട്ട് വന്ന് ബാത്റൂമിൽ കയറിയപ്പോൾ ഞാൻ പോയി പിന്നെയും പോക്കറ്റിൽ നോക്കിയപ്പോൾ 400 രൂപ ഇന്നത്തെ ചിലവാ കഴിഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും മിണ്ടിയില്ല. മിണ്ടിയാൽ അടിയും വീഴും. അന്ന് പൂച്ച. സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും യാതനയുടെയും കഥയാണ് ജുഗുനു നമ്മോട് പറഞ്ഞത്. ജുഗുനുവിൻ്റെ ഭർത്താവായ ബേബിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.